കഴിഞ്ഞ ദിവസം റണ്ണിങ് ഷൂസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ തോന്നിയൊരു റാൻഡം തോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ റണ്ണിങ്ങിനെ ഇപ്പോൾ ഒത്തിരി കോംപ്ലക്സ് ആക്കിയില്ലേ. പണ്ടൊക്കെ, അതായത് ഞാനൊക്കെ ഒരു ചെറുതായിരുന്നു, ഇപ്പോൾ ഒരു ഏർലി 2000 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരുപാടൊന്നും ആലോചിച്ചിരുന്നിട്ടില്ല. കാരണം ഞാനൊക്കെ ഫുട്ബോൾ കളിച്ച് വന്നിട്ട് വളരെ റീസെൻ്റ്ലി റണ്ണിങ്ങിലോട്ട് വന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുട്ബോളിൻ്റെ പുറകെ ഓടാനായിട്ട് പറ്റിയ ഒരു ബൂട്ട് മാത്രം വാങ്ങിച്ചിട്ടായിരുന്നു ഫുട്ബോളൊക്കെ ആദ്യം കളിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് ലെവലായപ്പോൾ പോലും ഷിൻഗാർഡൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോളേജൊക്കെ ആയ സമയത്താണ്. അപ്പോഴും അത് അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ നമ്മളൊക്കെ ഒരു സ്കൂൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ നോക്കുവാണെങ്കിൽ അവർ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആലോചിക്കുന്നത്. റണ്ണിങ് ഷൂസ്, ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് പല പ്രൈസ് പോയിന്റുള്ള റണ്ണിങ് ഷൂസ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനവും സ്കൂൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ പോയി പറയുകയാണ് നിങ്ങൾ ഒരു നല്ല റണ്ണിങ് ഷൂസ് വാങ്ങണമെങ്കിൽ 2000, 3000, 4000 കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പിള്ളേർ ഇതെങ്ങനെ അഫോർഡ് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ അടുത്ത് 1-2 പിള്ളേർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ നമ്മൾ സ്റ്റുഡൻ്റാണ്, നമുക്ക് അത്രയും കാശൊന്നുമില്ല ഷൂസ് വാങ്ങാൻ. ഇപ്പോൾ ഒരു ഇവൻറ്റിന് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീ, അത് എല്ലാ ഇവൻറ്റും 18 വയസ്സിന് താഴെയുള്ളവർക്ക് അവൈലബിൾ അല്ല. എന്നാൽ പോലും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ഒരാൾക്ക് ഒരു റണ്ണിങ് ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള രജിസ്ട്രേഷൻ ഫീ, സ്റ്റുഡൻസിനൊന്നും പ്രത്യേക ഡിസ്കൗണ്ടുകളുള്ള ഇവൻ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിതുപോലെ യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സമയമല്ല ഇപ്പോൾ തന്നെ ഒരു റണ്ണിങ് ഇവൻറ്റിൽ സ്കൂൾ കോളേജ് ലെവലിലുള്ള ഒരാൾക്ക് ഒരു 10K 5K റേസിലോ പങ്കെടുക്കണമെങ്കിൽ പോലും 500, 600, 1000 രജിസ്ട്രേഷൻ ഫീ പിള്ളേരാണെങ്കിൽ പോലും കൊടുക്കണം. അവിടെ എന്തുകൊണ്ട് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട്സ് പോലത്തെ സംഭവങ്ങൾ വരുന്നില്ല എന്നുള്ളതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് ഇപ്പോൾ ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് എനിക്ക് വന്നത്. ഇപ്പോൾ ഞാൻ പോലും കണ്ടൻറ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ആലോചിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റാഗ്രാം കൾച്ചറൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ബാക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കും, നമുക്ക് എത്ര പേർക്ക് എത്ര ബ്രാൻഡ് ബൂട്ടൊക്കെ അറിയാം. ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന എനിക്കൊന്ന് നല്ലൊരു സമയം വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ സെഗയുടെ സ്റ്റാർ ഇമ്പാക്റ്റിൻ്റെ ബൂട്ടാണ്. അതിപ്പോഴും അവൈലബിൾ ആണ്, ഇപ്പോഴും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ബൂട്ടാണ്. പക്ഷേ ഇപ്പം തന്നെ എൻ്റെ ഒരു കസിൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഫുട്ബോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ അവൻ യൂസ് ചെയ്യുന്ന ബൂട്ട് നൈക്കിയുടെ, അല്ലെങ്കിൽ പല പിള്ളേരും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പ്യൂമയുടെയും അഡാസിൻ്റെയൊക്കെ ബൂട്ടാണ്. ഇപ്പോൾ റണ്ണിങ്ങിൽ വന്നാലും സെഗയുടെയൊക്കെ റണ്ണിങ് ഷൂസ് യൂസ് ചെയ്യുന്ന ഇത്ര പേര് കാണും. നമ്മൾ പെർഫോമൻസിന് ഒത്തിരി ഇമ്പോർട്ടൻസ്, റണ്ണിങ് ഇവോൾവായി, റണ്ണിങ് ഇവൻറ്റ്സ് ഇവോൾവായി, പിന്നെ നമുക്കിതെല്ലാം ആക്സസിബിൾ ആണ്. ഒരു സമയത്ത് നമുക്കറിയില്ല നൈക്കി പോലത്തെ ബ്രാൻഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലത്തെ ആളുകളൊക്കെ നൈക്കിയുടെയൊക്കെ ബ്രാൻഡ് സ്പോൺസറായിട്ടുള്ളപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതുപോലെ പല ബ്രാൻഡ്സും പലരിലോട്ട് എത്തുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും പലതും ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റണ്ണിങ്ങിന് ഇത്രയും കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചുമ്മാ ഓഡിയോ പോരെ എന്നുള്ള ഒരു തോട്ട് പ്രോസസ് വന്നപ്പോൾ അടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.